വർഗീസ്, MLA കുഞ്ഞിക്കണ്ണൻ, ബുദ്ധദേവ് ഭട്ടാചാര്യ, സുനിൽ ചോപ്രെ, മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി ശിവദാസ മേനോൻ, കല്ലുവാലക്കൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ, ആദ്യകാല സിനിമാ നടി നെയ്യാറ്റിൻകര കോമളം, ഗായിക മച്ചാട് വാസന്തി, KPSC ലളിത, കവിയൂർ പൊന്നമ്മ, കൊച്ചു പ്രേമൻ, ആമുക്കോയ, സംഗീത സംവിധായകൻ കൈതപ്പോൾ വിശ്വനാഥൻ, കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദന, MTM നവീൻ ബാബു, കുവൈറ്റ് തീപിടുത്തത്തിൽ മരണപ്പെട്ടവർ, വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞു പോയവർ, ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ തയ്യൽ തൊഴിലാളി സഹോദരങ്ങൾ തുടങ്ങി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നമ്മെ വിട്ടുപിരിഞ്ഞ മുഴുവൻ പേരുടെയും വേർപാട് ഈ ചാത്തന്നൂർ ഏരിയ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. 25ാം സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചാത്തന്നൂർ ഏരിയ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഏരിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഫലമായി DSTയുടെ ഒരു കൗണ്ടർ നമ്മുടെ ഏരിയ ഓഫീസിൽ കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം 5 യൂണിറ്റ് കമ്മിറ്റികളുടെ പ്രവർത്തനമായിരുന്നെങ്കിൽ ഇന്ന് ഈ സമ്മേളനത്തിൽ ഈ കാലയളവിൽ 4 യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് 9 യൂണിറ്റ് കമ്മിറ്റികളുടെ പ്രവർത്തനമാണുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നമുക്ക് സ്വന്തമായി ഒരു ഏരിയ ഓഫീസ് സഫലമാക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഏരിയയുടെ പ്രസിഡന്റ് ജോർജ് കുട്ടി അവരുടെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ ജില്ലാ സെക്രട്ടറി സജീവൻ സാറിനെ ഞാൻ എൻ്റെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു സമ്മേളനത്തോടുകൂടി നമ്മുടെ ഏരിയ രണ്ടാവുകയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തന മികവുകൊണ്ട് ഇനി മുന്നോട്ടുള്ള നമ്മുടെ വളർച്ചയ്ക്കും ഒരു അത്യാവശ്യമായതുകൊണ്ട് ആണ് ഈ ഏരിയ വിഭജിക്കുന്നത്. 3 വർഷത്തിലൊരിക്കലാണ് തിരഞ്ഞെടുപ്പോടുകൂടിയ സമ്മേളനം നടക്കുക. എന്നാൽ ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന പ്രവർത്തനമാണ് വർഷം തോറും നമ്മൾ മെമ്പർഷിപ്പ് പുതുക്കൽ നടത്തി കൃത്യതയോടെ തന്നെ ഓരോ വർഷവും നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രവർത്തന റിപ്പോർട്ടാക്കിയും വാർഷിക വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കി അവതരിപ്പിച്ച് വാർഷിക കൺവെൻഷൻ നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട്. സംഘടന ഓരോ വർഷവും നടത്തുന്ന പ്രവർത്തനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം നടപടികളിലൂടെ നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത്. ചാത്തന്നൂർ മേഖലയിലെ മുഴുവൻ അംഗങ്ങളും സംഘടനയുടെ ആധികാരികമായ നിർദ്ദേശവും തീരുമാനവും ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയെ ആശ്രയിച്ച് നമുക്ക് പോകേണ്ടി വരില്ല. സ്വയാർജിതമായ സംരക്ഷണ മേഖലകളെ ഈ സംഘടനാ നേതൃത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വയാർജിതമായ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകളെയും സാമ്പത്തികമായും ആനുകൂല്യങ്ങൾ നൽകിയും സംരക്ഷിക്കാൻ കഴിയുമെന്ന് യാഥാർത്ഥ്യസ്ഥിതികൾ മനസ്സിലാക്കി ഈ സംഘടനയുടെ നിർദ്ദേശത്തിനനുസൃതമായി നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. 25ാമത് വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് AKKയുടെ അഭിവാദനം. ചാത്തന്നൂർ ഏരിയ കമ്മിറ്റി ചാത്തന്നൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി 20/1/2025 കല്ലുവാതിക്കൽ ഏരിയ ഓഫീസിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ സെക്രട്ടറി G. സജീവൻ സാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രദർശനവും വിപണനവും ആരംഭിച്ചു. കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ 8 യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം ആയിരുന്നുവെങ്കിൽ ഈ വർഷം 1 യൂണിറ്റ് കൂടി രൂപീകരിക്കുകയും 9 യൂണിറ്റ് കമ്മിറ്റികൾ ഏരിയയിൽ പ്രവർത്തിക്കുന്നു. ജില്ലയിൽ നടത്തപ്പെടുന്ന എല്ലാ സമരങ്ങളിലും നല്ല രീതിയിൽ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും PDF ജില്ലാ സെക്രട്ടറിയുടെ വോയിസ് മെസ്സേജുകളും സംസ്ഥാന സർക്കാരുകളും കൃത്യതയുടെ യൂണിറ്റ് സെക്രട്ടറിമാരുടെ ഗ്രൂപ്പുകളിലും എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനം നടത്തി വരുന്നു. 37 വാർഷിക സാധനത്തിന്റെ 256 വെച്ചുള്ള തുക SHGയുടെ ജില്ലാ അക്കൗണ്ടിൽ നിക്ഷിപ്തമാണ്. വാർഷിക സാധനം പുതിയത് 542 × 6 3252. ആകെ വരവ് 1,89,337. ഇവിടെ നിങ്ങളുടെ കണക്കും റിപ്പോർട്ടും ഒക്കെ വായിച്ചു. നല്ല രീതിയിലൊരു നമ്മുടെ സംഘടനയെ പറ്റി നല്ല രീതിയിലൊരു പ്രസംഗം നമ്മുടെ ജില്ലാ സെക്രട്ടറി നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ
കാഴ്ചവെച്ചു. കേരളത്തിൽ ഒരു തൊഴിൽ മേഖലയിൽ ഒരു സംഘടന എന്ന ആശയത്തിലാണ് 81-ൽ ഈ സംഘടന രൂപീകരിച്ചത്. തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ച് 100% സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പോവുകയാണ്. അവിടെയാണ് നമ്മൾ ഒരു വർഗപ്രസ്ഥാനം ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കാകെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികതയോടെ ഇടപെടൽ നടത്തി അതിനനുസൃതമായി പ്രവർത്തിച്ചു പോകുന്ന ഈ കാലയളവിൽ ഇന്ന് കേരളത്തിൽ ഈ സംഘടനയ്ക്ക് 3.5 ലക്ഷം ആളുകളുണ്ട്. 3.5 ലക്ഷം അംഗങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് തയ്യൽ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ ക്ഷേമനിധിക്ക് സമാനമായി നിരവധി ആനുകൂല്യ സംരക്ഷണങ്ങൾ നൽകി AKTI വാർഷിക സാന്ത്വന പദ്ധതി എന്നൊരു പദ്ധതിയിലൂടെ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു വാർഷിക സാന്ത്വന പദ്ധതി, ഒരു ഇൻഷുറൻസ് സംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ തൊഴിലാളികൾക്ക് ഏതാണ്ട് 14ഓളം വരുന്ന ആനുകൂല്യങ്ങൾ വളരെ വ്യക്തതയോടെ തീരുമാനിക്കുകയും അത് കൃത്യമായി വിതരണം ചെയ്തു പോകുന്ന കഴിഞ്ഞ 4 വർഷക്കാലമായി കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകി നമ്മുടെ മേഖലയിൽ പണിയെടുക്കുന്ന AKTI അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയും. വിപണന സാധ്യതയിലൂടെ വരുന്ന ആനുകൂല്യ സംരക്ഷണം പൂർണ്ണമായും, ലാഭം പൂർണ്ണമായും തൊഴിലാളികൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്ഷേമ പ്രവർത്തനം ചെയ്യുക എന്ന ആശയത്തിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇന്ന് ടൈലറിംഗ് മേഖലയിൽ ടൈലർ ടച്ച് എന്ന ഒരു ബ്രാൻഡ് ഉൽപ്പന്നം നമ്മൾ തന്നെ രൂപപ്പെടുത്തി അത് നമ്മൾ ടൈലറിംഗ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അഫിലിയേഷനോട് കൂടി പ്രവർത്തിക്കുന്ന കുണ്ട്രയിൽ പ്രവർത്തിക്കുന്ന ടൈലറിംഗ് കോളേജിൽ ആവശ്യമായ തൊഴിലാളികൾക്ക് പരിശീലനം നൽകി ഇന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ടൈലർ ടച്ചിൽ നിന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ടൈലർ ടച്ചിൻ്റെ ഉൽപ്പന്നങ്ങളെത്തി. ഇന്ന് ചാത്തന്നൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ 2 ദിവസം മുമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇവിടെ ഒരു കൗണ്ടർ നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ആ കൗണ്ടറിലൂടെ തന്നെ ഇന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ മുതിർന്നവർക്ക് വരെ സ്ത്രീ പുരുഷ ഭേദമന്യുള്ള മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കാൻ കഴിയാവുന്ന അണ്ടർഗാർമെൻറ്റുകൾ അടക്കമുള്ള മുഴുവൻ വസ്ത്രങ്ങളും തയ്യൽ തൊഴിൽ മേഖലയിൽ ഇന്ന് സംഘടനാ തലത്തിൽ തന്നെ സജ്ജമാക്കി അത് ഉൽപ്പാദിപ്പിച്ച് എല്ലാ കേരളത്തിലെ 14 ജില്ലകളിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.